എങ്ങനെയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുക? അവരുടെ ബേസിക് ആവശ്യങ്ങൾ അത് പരിഹരിക്കപ്പെടാതെ വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. അത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വന്യജീവി പ്രശ്നമാണ്. വന്യജീവി പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് മാത്രം പ്രശ്നമല്ല. പക്ഷേ ഇവിടെ സ്പെസിഫിക്കലി വന്നു കഴിഞ്ഞാൽ അതാണല്ലോ അവർ ദിവസേന നേരിടുന്ന മലയോര മേഖലയിൽ നേരിടുന്ന ഒരു പ്രശ്നം അതാണ്. അതിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ സർക്കാർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ അടിസ്ഥാന മേഖലയിലുള്ള പ്രശ്നങ്ങൾ, അതിപ്പം സ്കൂളാണെങ്കിലും റോഡാണെങ്കിലും അത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ പെൻഷനാണ്, ഈ പെൻഷൻ കുടിശ്ശിക എന്ന് പറയുന്ന സാധ്യതയാണ്. പെൻഷൻ കുടിശ്ശികയും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ കൃത്യമായ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് പറയാൻ കഴിയില്ല. പക്ഷേ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ ഒരാളുടെ സമീപനത്തോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ കാണാനില്ല. അത് സത്യം. അതാണ് ഭരണവിരുദ്ധ വികാരം യഥാർത്ഥത്തിൽ ഈ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭരണവിരുദ്ധ വികാരം UDF നാണുള്ളത്. UDF മനസ്സിലുള്ള ആളുകൾക്ക് ഈ നിലമ്പൂർ ശരിക്കും ആളുകൾ രാഷ്ട്രീയമായിട്ട് ഡിവൈഡ് ചെയ്ത് നിൽക്കുന്ന സ്ഥലമാണ്. LDF-ന്റെ UDF-ന്റെ വീട്ടുകാർ അങ്ങനെ തന്നെയാണ്. അവരെ സ്വാധീനിക്കുന്ന കാര്യമായിട്ട് ഇത് മാറില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ LDF-കാർ, അതായത് വോട്ട് അപ്പുറത്തേക്ക് മറിയാൻ പാകത്തിലുള്ള ഭരണവിരുദ്ധ വികാരം LDF വോട്ടർമാരുടെ അല്ലെങ്കിൽ LDF വോട്ടർമാരായിരുന്ന ആളുകൾക്കിടയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. മറ്റു വിഷയങ്ങൾ